ലോകമാസകലമുള്ള ജനങ്ങൾ തങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്ന് അഗസ്റ്റിൻ സീസർ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ നിയമം അനുസരിക്കുവാൻ വേണ്ടി പൂർണ്ണ ഗർഭിണിയായ തന്റെ ഭാര്യ മറിയത്തെയും കൂട്ടി ദേവിലേക്ക് പുറപ്പെട്ട ജോസഫിനെ നമുക്കൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. പൊതു നന്മയെ ലക്ഷ്യമാക്കി നമ്മുടെ സമൂഹത്തിലുള്ള, നമ്മുടെ പ്രവർത്തന മേഖലകളിലുള്ള നിയമങ്ങളോടും മാർഗനിർദ്ദേശങ്ങളോടുമുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യാം. അവ പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസൗകര്യങ്ങളെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും മാത്രമാണോ നാം ചിന്തിക്കാറ്? വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ കൽപ്പനകളും പൊതു നന്മയ്ക്കും സമൂഹത്തിന്റെ കെട്ടുറപ്പിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ബോധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, രാഷ്ട്രത്തിന്റെയും തിരുസഭയുടെയും നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്ന ഉത്തമ പൗരന്മാരെ വളരുവാൻ സഹായിക്കണം. യേശുവേ, രാഷ്ട്രത്തിന്റെയും തിരുസഭയുടെയും നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്ന ഉത്തമ പൗരന്മാരെ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.